Good morning. Myself Alinta Maria Varghese, MSc B.Ed Chemistry Postgraduate. I'm having 6-year experience in entrance coaching field and a crash course expert. Now I'm in association with Jai Bharat Group. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ കുറിച്ച് ഡീൽ ചെയ്തു. നൗ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. നമുക്കറിയാം ഇന്ന് നമുക്ക് നിലവിൽ ഒരുപാട് എലമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 63 എലമെന്റ്സ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന്റെ ശരിക്കുമുള്ള പ്രോപ്പർട്ടീസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത കറക്റ്റ് പ്രോപ്പർട്ടി ഉള്ള എലമെന്റ് നമുക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? സോ ആ ക്ലാസിഫിക്കേഷൻസും അതിന്റെ കുറെ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ആദ്യ കാലങ്ങളിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്ന ആളുടെ പേരായിരുന്നു ഡോബറീനിയർ. ആരായിരുന്നു? ഡോബറീനിയർ. അപ്പൊ ഡോബറീനിയർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് എലമെന്റ്സിനെ, ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ABC പിന്നെ DEF അങ്ങനെ മൂന്ന് എലമെന്റ്സിനെ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ആക്കി. സിമിലർ പ്രോപ്പർട്ടി വരുന്ന മൂന്ന് എലമെന്റ്സിനെ ഗ്രൂപ്പ് ആക്കി. ഈ ഗ്രൂപ്പിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ട്രയാഡ്സ് എന്നായിരുന്നു. എന്താ വിളിച്ചേ? ട്രയാഡ്സ്. അപ്പോ ഇതിനെ നമുക്ക് പറയാം ഡോബറീനിയസ് ട്രയാഡ്സ്. So what do you mean by Dobereiner's triads? Dobereiner classified elements in three sets known as triads and it is known as Dobereiner's triad. ഈ ഡോബറീനിയറിന്റെ ട്രയാഡ് ഏകദേശം 3 സെറ്റുകളാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഡോബറീനിയറിന് സാധിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് പിന്നീടുള്ള ബാക്കി എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഈ ഡോബറീനിയർ ട്രയാഡിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡോബറീനിയർ പറഞ്ഞു ആദ്യത്തെ എലമെന്റിന്റെ മാസും മൂന്നാമത്തെ എലമെന്റിന്റെ മാസും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുക്കത്തെ എലമെന്റിന്റെ മാസ് കിട്ടും. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ എലമെന്റിന്റെ മാസും അവസാനത്തെ എലമെന്റിന്റെ മാസും രണ്ടും ആഡ് ചെയ്ത് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടാമത്തെ എലമെന്റിന്റെ മാസ് കിട്ടും. അതായത് ഡോബറീനിയറിന്റെ ട്രയാഡിന്റെ പ്രത്യേകത. ഏത് സെറ്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഈ പറയുന്ന 3 സെറ്റിനപ്പുറത്തേക്ക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളുടെ പേരായിരുന്നു ന്യൂലാൻഡ്. ഓക്കെ, ന്യൂലാൻഡ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സംഗീതപ്രേമി ആയിരുന്നു എന്ന് വിചാരിക്കണം. കാരണം അദ്ദേഹം എന്താ ചെയ്തത്, നമ്മളിപ്പോ നമ്മുടെ സപ്തസ്വരങ്ങൾ നമ്മൾ പറയില്ലേ, എന്തൊക്കെയൊന്ന് പറഞ്ഞേ, സ രി ഗ മ പ ധ നി സ അല്ലേ? അപ്പൊ ഒന്നാമത്തെ സ കഴിഞ്ഞ് പിന്നെ സ വന്ന എത്രാമതാ? 8ാമതാ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു every 8th element in the periodic table has similar properties. ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ 8ാമത്തെ എലമെന്റ്സും സെയിം പ്രോപ്പർട്ടി ഉള്ളവരായിരുന്നു. സോ ഹി കണക്റ്റഡ് ഇറ്റ് ആസ് ന്യൂലാൻഡ്സ് octaves. Octa means 8. ഓക്കെ, അപ്പൊ ന്യൂലാൻഡിന്റെ ഒക്ടേവുകൾ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ 8ാമത്തെ എലമെന്റിനും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. അതിനുശേഷം ന്യൂലാൻഡിന്റെ ഒക്ടേവ് വന്നു. പക്ഷെ ന്യൂലാൻഡ് കുഡ് ഓൺലി ക്ലാസിഫൈ എലമെന്റ്സ് അപ് ടു കാൽഷ്യം. കാൽഷ്യത്തിന് അപ്പുറത്തേക്ക് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ന്യൂലാൻഡിന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരുപാട് പേര് വീണ്ടും പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോയി, പല ട്രെൻഡ്സും കൊണ്ടുവന്നു. അറ്റോമിക് മാസ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ നടന്നു. ആ ഒരു സമയത്താണ് അടുത്ത ആള് വരുന്നത്. ഹി വാസ് നോൺ ആസ് മെന്റലീവ്. മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ. മെന്റലീവിനെ ആയിരുന്നു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. അതിന്റെ കാരണം മെന്റലീവ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു അറ്റോമിക് മാസ്. ഓക്കെ, മെന്റലീവ് ആദ്യം തന്നെ എന്താ ചെയ്തത്? അറ്റോമിക് മാസ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. രണ്ടാമത് അദ്ദേഹം ശ്രദ്ധിച്ച കാര്യം, ഈ പറയുന്ന എലമെന്റ്സിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. കുറെ റോസും കുറെ കോളംസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു.
മൂന്നാമത് മെന്റലീവ് ചെയ്തൊരു കാര്യം, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് എംപ്റ്റി സ്പേസസ് ഇട്ടു, കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അതിന് അദ്ദേഹം തന്ന എക്സ്പ്ലനേഷൻ ഇതായിരുന്നു, ഭാവിയിൽ ഇനിയും എലമെന്റ്സ് കണ്ടുപിടിക്കപ്പെടും, ആ സമയത്ത് അതിനെ അവിടെ ഉൾക്കൊള്ളിക്കണം എന്നായിരുന്നു പറഞ്ഞു. അദ്ദേഹം അതിന് കുറെ പേരൊക്കെ കൊടുത്തുട്ടോ, ഏക സിലിക്കൺ, ഏക ജെർമേനിയം, അങ്ങനെ. ഓക്കെ, അപ്പോൾ ആ എംപ്റ്റി സ്പേസസ് അദ്ദേഹം ഇട്ടു. ഇനി ഈ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് വന്ന എലമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഈ എംപ്റ്റി സ്പേസിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റി. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനുണ്ടായിരുന്ന പ്രോബ്ലം, ഹി കുഡ് നോട്ട് പ്രൊവൈഡ് സ്പേസ് ഫോർ ഐസോടോപ്സ്. ഐസോടോപ്സ് എന്താന്ന് നമ്മൾ പഠിച്ചു, സെയിം അറ്റമിക് നമ്പർ ആണ്, പക്ഷേ ഡിഫറെന്റ് മാസ് നമ്പറാണ്. അപ്പോൾ ഒരേ എലമെന്റിന് തന്നെ ഐസോടോപ്സ് വെക്കുമ്പോഴത്തേക്കും വേറെ വേറെ സ്ഥലത്തായി പോകും. അപ്പോൾ മെന്റലീവിന് ഒരു പ്രശ്നം പറ്റി, ഹി കുഡ് നോട്ട് പ്രൊവൈഡ് എ പെർട്ടിക്കുലർ സ്പേസ് ഫോർ ഐസോടോപ്സ്. അത് വലിയൊരു ഡിഫക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഹി കുഡ് നോട്ട് പ്രൊവൈഡ് എ സ്പേസ് ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജന് കറക്റ്റ് ആയിട്ടൊരു സ്ഥാനം കൊടുക്കാനായിട്ട് മെന്റലീവിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് ഉണ്ടായ സംഭവം, ഇറഗുലാരിറ്റി ഇൻ അറ്റോമിക് മാസ്. അറ്റോമിക് മാസുകളുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് മെന്റലീവ് ക്ലാസിഫൈ ചെയ്തതെങ്കിൽ പോലും ഇടയിൽ വെച്ചിട്ട് അറ്റോമിക് മാസിന് ഒരു ഇറഗുലാരിറ്റി കാണിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതുപോലെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്ന ഒരു ലോ ആയിരുന്നു മെന്റലീവ്സ് പീരിയോഡിക് ലോ. മെന്റലീവ് പീരിയോഡിക് ലോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കി, +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മെന്റലീവ് പീരിയോഡിക് ലോ, physical and chemical properties of elements are periodic functions of their atomic mass. അതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ലോ. ഒന്നുകൂടെ പറയാം, physical and chemical properties of elements are periodic functions of their atomic mass. അതിനുശേഷം മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരുപാട് പേര് വീണ്ടും പീരിയോഡിക് ടേബിൾ ഇങ്ങനെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫൈനലി വൺ ഫൈൻ ഡേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ട് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ലെറ്റ്സ് സീ. അപ്പൊ എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ പോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിനും റോസ് ആൻഡ് കോളംസ് ഉണ്ടായിരുന്നു. ആ ആസ് സച്ച് റോസ് ആൻഡ് കോളംസ് എന്ന് വിളിക്കാതെ അവരെന്താ ചെയ്തെന്ന് അറിയാമോ? അതിന് വിളിച്ച പേരായിരുന്നു പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്സ്. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിളില് പീരിയഡ്സും ഉണ്ടായിരുന്നു, ഗ്രൂപ്പ്സും ഉണ്ടായിരുന്നു. ആൻഡ് ആ പീരിയഡ്സ് എത്ര പീരിയഡ്സ് ആണെന്ന് അറിയാമോ? മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നിട്ട് 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിൾ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. എന്താണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഹൈഡ്രജൻ ഈസ് സംവെയർ പ്ലേസ്ഡ് ഹിയർ. കറക്റ്റ് ഒരു പൊസിഷൻ ഇല്ല ഹൈഡ്രജന്. ആൻഡ് അഗൈൻ ഹിയർ വി ആർ ഹാവിംഗ് helium. Okay, helium ഇതിനകത്ത് ഇൻക്ലൂഡഡ്. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ സ്ട്രക്ചർ. എനിക്ക് നമുക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പ്സും പീരിയഡ്സും ഉണ്ടായിരുന്നു. എങ്ങനെ 7 പീരീഡുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റ് പീരീഡ് ആണ്, ദെൻ സെക്കൻഡ് പീരീഡ് വന്നു, ദെൻ തേർഡ് പീരീഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ 7 പീരീഡുകൾ അവിടെ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിലുണ്ട്. ദെൻ ഇങ്ങനെ നമുക്ക് 18 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് 1, 2, പിന്നെ ഇങ്ങനെ കുറെ ഗ്രൂപ്പ്സ്, അങ്ങനെ 18 ഗ്രൂപ്പുകളാണ് നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഉള്ളത്. അഗൈൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് ക്ലാസിഫൈഡ് ഇൻടു ബ്ലോക്സ്. പല ബ്ലോക്കുകളാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഈ 2 ഗ്രൂപ്പ്സ്, ആദ്യത്തെ 2 ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അഗൈൻ അടുത്ത ആൾക്കാർ ഇവിടെ നമ്പർ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. ആൻഡ് ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ, അതായത് 3 മുതൽ 12 വരെയുള്ള ആൾക്കാരുടെ പേരാണ് ഡി ബ്ലോക്ക്. ആൻഡ് താഴത്ത് വെച്ചിരിക്കുന്ന ഇവരെ കണ്ടോ, ഇവരെ സെറ്റ് ഓഫ് 28 എലമെന്റ്സ് ആണ്. 14 മുകളിലും 14 താഴെ. ഇവരെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോക്കിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അഗൈൻ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും എസ് ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് എപ്പോഴും മെറ്റൽസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. മിക്കപ്പോഴും, എല്ലാമല്ല, എന്നാൽ എസ് ബ്ലോക്കിലുള്ളത് എല്ലാം തന്നെ മെറ്റൽസ് ആണ്. കമ്മിങ് ടു പി ബ്ലോക്ക്, നമുക്ക് ഇവിടെ നോൺ മെറ്റൽസ് ആണ് കൂടുതലും വരിക. ആൻഡ് ഓഫ് കോഴ്സ് വി ആർ ഹാവിങ് മെറ്റലോയിഡ്സ് ഓൾസോ. എന്താ മെറ്റലോയിഡ്സ്?
Okay, we are having metalloids also. Then D block elements. D block elements വന്നിട്ട് അവർ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് transition elements. They are known as transition elements because S ബ്ലോക്കിൽ നിന്ന് P ബ്ലോക്കിലേക്ക് ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. Or else we can say it like that, it shows a change from metals to non-metals. മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അഗൈൻ നമുക്കറിയാം F ബ്ലോക്ക് എലമെന്റ്സ്, they are also known as ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അവരങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അകത്തുള്ള ആൾക്കാരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവരെ അതിന്റെ അകത്ത് വെക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാൻസിഷൻ എലമെന്റ്സിനകത്ത് നമുക്ക് ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ LA എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് ലന്താനം. ലന്താനം എന്ന് പറയുന്ന എലമെന്റിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ഈ ഫസ്റ്റ് റോയിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ ആർ നോൺ ആസ് ലാന്തനോയിഡ്സ്. ലന്താനത്തിന് ശേഷമുള്ള 14 എലമെന്റ്സിന്റെ പേരാണ് ലാന്തനോയിഡ്സ്. ഇനി ലന്താനത്തിന് താഴെ നമുക്ക് വേറൊരാളുണ്ട്, AC, ദാറ്റ് ഇസ് ആക്ടീനിയം. ആക്ടീനിയത്തിന് ശേഷമുള്ള 14 എലമെന്റ്സിന്റെ പേരാണ് ആക്ടിനോയിഡ്സ്. അപ്പോൾ ഈ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും കംപ്രൈസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സ് കിട്ടിയിരിക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് S ബ്ലോക്ക് ആണ്. S ബ്ലോക്ക് വന്നിട്ട് ഗ്രൂപ്പ് 1 and 2 ആണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഗ്രൂപ്പ് 1ന്റെ പേര് ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2ന്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാൻ കാരണം അവർ നമ്മൾ വാട്ടറിൽ കലക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആൽക്കലിയാണ് കിട്ടുന്നത്, അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഒരു ആൽക്കലിയല്ലേ, ആൽക്കലിയാണ് കിട്ടുന്നത്. ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കാൻ കാരണം അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാട്ടറിലൊക്കെ കലക്കി കഴിയുമ്പോൾ നമുക്ക് ആൽക്കലി കിട്ടും. മോർ ഓവർ അവർ എർത്തിന്റെ ക്രസ്റ്റിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്പർ 3 to 18 ആണ് അവർ നമ്മൾ വിളിക്കുന്നത് P ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. എന്തുകൊണ്ട് ഇവർ ബ്ലോക്കായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് അറിയാം. നമ്മളിത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്കത് റിവൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇവര് ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാനിവിടെ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഞാൻ സോഡിയം പറഞ്ഞു എന്ന് വിചാരിക്കുക. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെ കോൺഫിഗറേഷൻ എഴുതണേ? 1s2, 2s2, 2p6 and 3s1. ശരിയല്ലേ? 4, 6, 10, 11. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫൈനൽ ഇലക്ട്രോൺ ഇന്റേഴ്സ് ഇൻടു S subshell. അപ്പോൾ ഈ പറയുന്ന അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് പറയുക. അപ്പോൾ S ബ്ലോക്ക് എന്ന് പറയാൻ കാരണം അതിന്റെ എല്ലാം അവസാനത്തെ ഇലക്ട്രോൺ എങ്ങോട്ടാ പോകുന്നത്? S സബ്ഷെല്ലിലേക്കാണ് പോകുന്നത്. ആൻഡ് കമ്മിങ് ടു P ബ്ലോക്ക്, P ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? ഒരു ഓക്കെ, അറ്റോമിക് നമ്പർ 17 ക്ലോറിൻ നമുക്ക് എടുക്കാം. അപ്പം എഴുതുമ്പോൾ എങ്ങനെയാ വരിക? 1s2, 2s2, 2p6, ഇപ്പം 10 ആയി. 3s2 എന്തായി? 12 ആയി. 3p5 ആണോ? 12, ഇനി 5, 3p5. ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് എൻ്റർ ചെയ്തത്? പിയിലേക്ക് എൻ്റർ ചെയ്തത്, അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ P ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ബ്ലോക്കിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ 13 to 18 വന്നിട്ട് നമ്മൾ അതിനെ P ബ്ലോക്ക് എന്ന് വിളിച്ചു. മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തുള്ള ആൾക്കാർ ആരാണ്? നോൺ മെറ്റൽസ് ആണ്, മെറ്റലോയിഡ്സും ഉണ്ട്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 3 to 12, അതായത് ഇതിന് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ 3 to 12 വന്നപ്പോഴത്തേക്കും അവർ D ബ്ലോക്ക് എന്ന് വിളിച്ചു. ആൻഡ് അഗൈൻ ദേ ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. വൈ ദേ ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്? ബിക്കോസ് ദേ ഷോസ് എ ട്രാൻസിഷൻ ഫ്രം S ബ്ലോക്ക് ടു P ബ്ലോക്ക്. അതുപോലെ മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലേക്ക് ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് അഗൈൻ ഈ ട്രാൻസിഷൻ എലമെന്റ്സിന് അകത്ത് തന്നെയുള്ള ഒരാളാണ് ലന്താനം. ലന്താനത്തിന് ശേഷമുള്ള 14 എലമെന്റ്സിനെ നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് ലാന്തനോയിഡ്സ്. ആൻഡ് ആക്ടിനത്തിന് ശേഷമുള്ള 14 പേരും താഴെയാണ്. ഇറ്റ് ഇസ് നോൺ ആസ് ആക്ടിനോയിഡ്സ്. ആൻഡ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ടുഗദർ നോൺ ആസ് inner transition elements or else F block elements. So എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണ് എന്ന്. ഓക്കെ, ഇനി ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ അകത്ത് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് 18 എലമെന്റ്, അല്ലേ?
ഗ്രൂപ്പ് 18 എലമെന്റ് പ്രത്യേകത നമുക്കറിയാം, നമുക്ക് ചില ഗ്യാസുകൾ, ഇനേർട്ട് ഗ്യാസുകൾ നമുക്കറിയാം അല്ലെ. വാട്ട് യു മീൻ ബൈ ഇനേർട്ട് ഗ്യാസ്? വേറെ ആരുമായിട്ട് പോയി റിയാക്ട് ചെയ്യില്ലാത്ത അടങ്ങി ഒതുങ്ങി വെള്ളോടത്ത് ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരൊക്കെ ഇനേർട്ട് ഗ്യാസുകൾ? ഹീലിയം, സെനൻ, ക്രിപ്റ്റൻ, നിയൻ, ആർഗൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരാ അല്ലെ. സോ they are known as noble gases. അപ്പോൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന നോബൽ ഗ്യാസസ്. അത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ നിന്ന് ഇതിനുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ വാസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു നമ്പർ, അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ഇപ്പോൾ ഇറഗുലാരിറ്റീസ് ഒന്നും ഉണ്ടായില്ല. ദെൻ എന്താ സംഭവിച്ചത്? കൃത്യമായിട്ട് ഐസോടോപ്സിന് ഒരു പൊസിഷൻ കൊടുക്കാനായിട്ട് പറ്റി. ദെൻ നോബൽ ഗ്യാസിനെ നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഇറഗുലാരിറ്റീസ് ഒന്നുമില്ല. ദെൻ മോഡേൺ പീരിയോഡിക് ലോ വന്നു. അതായത് മെന്റൽ പീരിയോഡിക് ലോ എന്തായിരുന്നു? Physical and chemical properties of elements are periodic functions of their atomic mass എന്നായിരുന്നു അല്ലേ. ആ മാസ് എന്നുള്ളടത്ത് നമ്പറിന് ചേർത്താൽ മതി, നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ ആവും. എന്താ അത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ periodic properties of their atomic numbers. ഇനി പക്ഷേ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഹൈഡ്രജന്റെ പൊസിഷനാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ഹൈഡ്രജന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. യു നോ വൈ ഹൈഡ്രജൻ ഇസ് ഹാവിംഗ് സച്ച് എ കൺഫ്യൂസിംഗ് പൊസിഷൻ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഷോസ് റിസംബ്ലൻസ് വിത്ത് ഗ്രൂപ്പ് 1 എലമെന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വിത്ത് ഗ്രൂപ്പ് 17 എലമെന്റ്സ്. ഗ്രൂപ്പ് 17 എലമെന്റ്സ് ആയിട്ടും ഗ്രൂപ്പ് 1 എലമെന്റുമായിട്ടും ഒരേ സമയം തന്നെ ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. കൺഫ്യൂഷനാണ്, എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഹൈഡ്രജന്റെ കേസിൽ നിലവിൽ ഉണ്ട്. ഓക്കെ, നൗ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. അപ്പൊ ഇത് ഒരു പീരിയോഡിക് ടേബിൾ, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ ഞാൻ വരച്ചേക്കുവാണ്. സോ വാട്ട് ആർ ദ ട്രെൻഡ്സ് വി ആർ ഡീലിംഗ് വിത്ത്? എന്തൊക്കെയാണ് നമ്മുടെ ട്രെൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അറ്റോമിക് നമ്പർ അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അതായത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് റോസും കോളംസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ കോളംസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഡൗൺ ദ ഗ്രൂപ്പ്. ആൻഡ് ഇഫ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ദ പീരിയഡ്സ് വിൽ സേ across the period. Okay, ആ രണ്ട് ടേംസ് ഓർക്കുക. ഡൗൺ ദ ഗ്രൂപ്പും അക്രോസ് ദ പീരിയഡ് മാത്രമേ ഓർക്കുക. ആൻഡ് ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അറ്റോമിക് റേഡിയസ് ആണ്. ഓക്കെ, എന്താണ് അറ്റോമിക് റേഡിയസ്? നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അറ്റം വരെയുള്ള ആ നീളം അല്ലേ, നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലെ ഏതെങ്കിലും ഒരു എലമെന്റിന് ഏതെങ്കിലും ഒരു ആറ്റം എടുത്തു. ഓക്കെ, ആറ്റം എടുത്തു കഴിയുമ്പോൾ അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? അറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അറ്റോമിക് റേഡിയസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിലിരിക്കുന്ന ആളാരാ നോക്കി, ഇവിടെ ഹൈഡ്രജൻ അല്ലേ നമുക്ക് ഇങ്ങനെ ഏറ്റവും മേളിൽ ഹൈഡ്രജൻ ആണ് ഉള്ളത്. അപ്പോൾ ഹൈഡ്രജന്റെ കേസ് നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഹൈഡ്രജന്റെ പടം ബോറാറ്റം മോഡൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെ ഹൈഡ്രജന്റെ ബോറാറ്റം മോഡൽ വരയ്ക്കണം? ഒറ്റ ശല്യേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 1. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതിന്റെ ഹൈഡ്രജന്റെ താഴെ ഇരിക്കുന്ന ആളാരാണ്? ലിത്തിയം ആണ് അല്ലെ, അറ്റോമിക് നമ്പർ 3 ആണ്. നെക്സ്റ്റ് ആള് ലിത്തിയം. ലിത്തിയം അറ്റോമിക് നമ്പർ 3. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ബോറാറ്റം മോഡൽ വരയ്ക്കുമ്പോഴത്തേക്കും? ആദ്യത്തെ ഷെല്ലില് ഒരു ഇലക്ട്രോൺ, വീണ്ടും അടുത്ത ഷെല്ല്, അതിൽ നമുക്ക് 2 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ അടുത്ത ആളാരാ? ലിഥിയത്തിന്റെ താഴെ നമുക്ക് നോക്കാം സോഡിയം ആണ്. ഓക്കെ, സോഡിയം വന്നു, അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരിക? ആദ്യത്തെ ഷെല്ലില് ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ല് വന്നപ്പോഴത്തേക്കും 2 8 1 അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8. രണ്ടാമത്തെ ഷെല്ല് വന്നപ്പോഴത്തേക്കും 8 ഇലക്ട്രോൺസ് ആൻഡ് മൂന്നാമത്തെ ഷെല്ല് നമുക്ക് 1 ഇലക്ട്രോൺ. ക്ലിയർ ആയോ? ഇനി ഇവര് 3 പേരെ നമ്മളൊന്ന് എടുത്തു നോക്കി. 3 പേരെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്തെന്നോ മനസ്സിലാവണേ?
ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവണേ? ആദ്യത്തെ ആള് ഹൈഡ്രജൻ, ഏറ്റവും മോളിക്യൂൾ ഹൈഡ്രജൻ, അയാൾക്ക് ഒരു റിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ആൾ എന്താണ്? ലിത്തിയം, 2 ഷെൽ ഉണ്ട് അല്ലെ. അപ്പൊ സൈസ് എന്ത് ചെയ്തു? ഒന്ന് ഇൻക്രീസ് ചെയ്തു. മൂന്നാമത്തെ ആളാരാ? സോഡിയം. സോഡിയം വന്നപ്പോഴത്തേക്കും 3 ഷെല്ലായി, അപ്പൊ സൈസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ടോപ്പ് ടു ബോട്ടം, മേളിൽ നിന്ന് താഴേക്ക് നമ്മൾ വരുമ്പോഴേക്കും ആസ് ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് സൈസ് ഓഫ് ദ ആറ്റം ഓൾസോ ഇൻക്രീസസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ അക്രോസ് എ പീരീഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആണ് ഫസ്റ്റ് വൺ നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ എടുത്തു, ഹൈഡ്രജൻ ഒരു ഷെല്ലുള്ളൂ, അപ്പൊ അതുകൊണ്ട് അതിന്റെ സൈസ് അങ്ങനെയാണ്. നെക്സ്റ്റ് ആള്, അപ്പൊ അതേ ഗ്രൂപ്പിൽ അതേ പീരീഡിൽ വരുന്ന നെക്സ്റ്റ് ആൾ ഇവിടെ ആരായിരിക്കും? ഹീലിയം ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഹീലിയത്തിനെ ഒന്ന് വരച്ചു നോക്കാം. ഇപ്പൊ ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഹീലിയം ഏകദേശം ഇവിടെ വരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബോർ വരയ്ക്കുമ്പോഴത്തേക്കും 1, ഫസ്റ്റ് ഷെല്ലിൽ തന്നെ നമുക്ക് 2 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്തെന്ന് മനസ്സിലായേ? ഒരു പീരീഡിൽ ഹൈഡ്രജന് ഒരു ഷെല്ലുള്ളൂ, ഹീലിയത്തിന് ഒരു ഷെല്ലുള്ളൂ. അപ്പൊ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ എങ്ങനെയാ? ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഹീലിയത്തിന്റെ സൈസ് കുറച്ചും കൂടി ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായേ? അക്രോസ് എ പീരീഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൂടി, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സൈസ് ഓഫ് ദ ആറ്റം ചുരുങ്ങും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? അക്രോസ് എ പീരീഡ് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഈ സൈഡില് അറ്റോമിക് റേഡിയസ് കുറവായിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, ഇനി അറ്റോമിക് റേഡിയസിനെ പോലെ തന്നെയുള്ള വേറൊരാളാണ് മെറ്റാലിക് പ്രോപ്പർട്ടി. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ ആറ്റത്തിൽ നിന്നായിരിക്കും ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. വാട്ട് ആർ മെറ്റൽസ്? മെറ്റൽസിന്റെ പ്രത്യേകത എന്താ? തന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെ എത്രയും വേഗം പുറത്തേക്ക് കളയാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ. ദേ ആർ നോൺ ആസ് ഇലക്ട്രോപോസിറ്റീവ്. നമ്മൾ അങ്ങനെയല്ലേ പറയാ, മെറ്റൽസ് ഇലക്ട്രോപോസിറ്റീവ് ആണ്. അപ്പൊ തന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ പെട്ടെന്ന് പുറത്ത് കളയാനുള്ള ടെൻഡൻസി മെറ്റൽസിന് ഉണ്ടായിരിക്കും. അപ്പൊ ഓർക്കേണ്ട കാര്യം, വലിയ ആറ്റാണെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ആറ്റം എവിടെയാണ്? മുകളിലാണോ താഴെയാണോ? നമുക്കറിയാം അറ്റോമിക് റേഡിയസ് കൂടുതൽ എവിടെയാണ്? താഴെയാണ്. സോ താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ നമ്മൾ ആദ്യ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പി ബ്ലോക്ക് വന്നിട്ട് അവിടെ നോൺ മെറ്റൽസ് ആണ്, എസ് ബ്ലോക്കിൽ വന്നിട്ട് മെറ്റൽസ് ആണ്. അങ്ങനെയെങ്കിൽ ഏത് സൈഡിലായിരിക്കും മെറ്റൽസ് കൂടുതൽ? ഈ സൈഡിൽ അല്ലേ? അറ്റോമിക് റേഡിയസ് വെച്ച് പറയുകയാണെങ്കിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മെറ്റൽസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മെറ്റൽ കിടക്കുന്നത് ഇവിടെയല്ലേ? അദ്ദേഹം അവിടെയാണ്. ആ കിടക്കുന്ന ആളുടെ പേരാണ് ഫ്രാൻഷ്യം. ഏറ്റവും നമുക്ക് മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുടെ പേരാണ് ഫ്രാൻഷ്യം. ഓർത്തോളൂ കേട്ടോ. സോ മെറ്റാലിക് പ്രോപ്പർട്ടിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറ്റോമിക് റേഡിയസിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മെറ്റാലിക് പ്രോപ്പർട്ടിയും എഴുതുന്നത്. അപ്പോൾ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, നാം ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. മൂന്നാമത്തതാണ് അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? എൻതാൽപ്പി എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് പറയാം അതൊരു എനർജിയാണ്. സോ വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? അയോണൈസ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ അയോണൈസ് ചെയ്യിപ്പിക്കാനുള്ള എനർജിയുടെ പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. അതായത് നമ്മുടെ കൈവശമുള്ള ഒരു ഇലക്ട്രോണിനെ കുറച്ച് എനർജി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നതിനെ വിളിക്കുന്ന പേരാണ്, ആ എനർജിയുടെ പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾസ് ഇങ്ങനെ എടുത്തു നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വലിയ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. ആ ക്ലാസ്സിനിടയിൽ ഒരാൾക്ക് പുറത്ത് പോകണമെങ്കിലും അകത്ത് വരുന്നെങ്കിലും കുറച്ചും കൂടെ ഈസി, ആരോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല അല്ലെ? ബട്ട് നമ്മളൊരു ക്ലാസ് മുറിക്കകത്താണെങ്കിലോ ഒന്ന് പുറത്ത് പോകണമെങ്കിലും തിരിച്ചു കയറി വരുന്നെങ്കിൽ നമുക്ക് ടീച്ചറിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. അപ്പൊ ഓർക്കുക, സൈസ് കുറയും തോറും നമുക്ക് ആ പെർമിഷൻ ചോദിക്കാനുള്ള ആ ഒരു കാര്യം കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് സൈസ് കുറവാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും?
കൂടുതലായിരിക്കും. അത്രയും എനർജി നമുക്ക് ആവശ്യമുണ്ടാവും. പക്ഷെ സൈസ് വലുതാണെങ്കിൽ പെർമിഷന്റെ ആവശ്യമില്ല. സോ സൈസ് വലുതാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി നമുക്ക് കുറവായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? താഴേക്ക് പോകുന്നവരും അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. അതിന്റെ കാരണം എന്നാ? സൈസ് വലുതാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ കാണിക്കും. നമ്മൾ മുകളിലേക്ക് അയണൈസേഷൻ എൻതാൽപ്പി മുകളിലാണ് കൂടുതൽ, താഴെ കുറവാണ്. ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? സൈസ് കുറവാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എന്നാ പറഞ്ഞത്. അപ്പൊ ആരോ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാ പോവാ അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി ഈ സൈഡിലേക്ക് കൂടുതലായിരിക്കും. ക്ലിയർ? നമ്മൾ അടുത്ത സാധനം പഠിക്കുന്നതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. വാട്ട് ഇസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക്, ഷെയർഡ് ബൈഡ് ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് മുള്ളിക്കൻ സ്കെയിലും പോളിംഗ് സ്കെയിലും ഒക്കെ ഉണ്ട്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക അയണൈസേഷൻ എൻതാൽപ്പി കൂടുമ്പോഴാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കട്ടോ. ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സൈസ് കുറവാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പിയും കൂടുതലായിരിക്കും. സോ നമുക്ക് ഇവിടെ ഒരു ബാർ ഇട്ടിട്ട് എഴുതാം ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇവിടെയും എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എവിടെയാ? മേളിലാണ്, ഈ സൈഡിലാണ്. സോ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റമായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്ലൂറിൻ. എലമെന്റില് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരാൾ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ട്രെൻഡ്സ്. ഓക്കെ, അറ്റോമിക് റേഡിയസ് നമ്മൾ പറഞ്ഞു, മെറ്റാലിക് പ്രോപ്പർട്ടി പറഞ്ഞു, അയണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞു, ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരു ഇലക്ട്രോൺ നമ്മൾ വാങ്ങിക്കുമ്പോൾ പുറത്തേക്ക് റിലീസ് ആവുന്ന ആ എനർജി, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ പറയില്ല, അത് തന്നെ. അതായത് നമ്മുടെ കയ്യിലേക്ക് ഒരു ഇലക്ട്രോൺ, ഇങ്ങോട്ട് ഇലക്ട്രോൺ കിട്ടുമ്പോൾ ആ പുറത്തേക്ക് പോകുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി. അതും ഇതുപോലെ തന്നെ ചെറുതാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഭാഗത്തിട്ട് വീണ്ടും നമുക്ക് എഴുതാം ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ സൈഡിലേക്ക് ആയിരിക്കും, അക്രോസ് ദ പീരീഡ് ആയിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാം. അപ്പൊ മനസ്സിൽ വെക്കേണ്ട കാര്യം, ഈ ഒരു ജസ്റ്റ് പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരിക. രണ്ട് കാര്യം മാത്രം ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നുള്ളൂ. അറ്റോമിക് റേഡിയസും മെറ്റാലിക് പ്രോപ്പർട്ടിയും രണ്ടും ഒരുപോലെയാണ്. താഴേക്ക് വരുമ്പോൾ കൂടുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് കുറയുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ നേരം ഓപ്പോസിറ്റ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എല്ലാം സൈസ് കുറയുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുന്നത്. അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ്. കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. എന്താണ് ഒരു കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് എ കാറ്റിയോൺ? കാറ്റിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളെയാണ് നമ്മൾ കാറ്റിയോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു ആറ്റം ഞാൻ എടുക്കുകയാണ്, സോഡിയം ആറ്റം. സപ്പോസ് ഞാൻ സോഡിയം ആറ്റം എടുക്കുകയാണ്. സോഡിയം അതിന്റെ ന്യൂട്രൽ സ്റ്റേറ്റിൽ എത്ര ഇലക്ട്രോൺസാ? 11 ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഇത് ന്യൂട്രൽ ആണ്. അപ്പൊ എനിക്ക് ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മേടിക്കണം. ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുകയാണ്. സോ ഞാൻ ഇലക്ട്രോണിനെ കളയാണ് കേട്ടോ. സോഡിയം പോസിറ്റീവ്, ഇലക്ട്രോൺ പോസിറ്റീവ് അല്ലേ, മെറ്റൽ ആയതുകൊണ്ട് സോഡിയത്തിന് ഇലക്ട്രോൺ കളയുമ്പോഴത്തേക്കും അതെന്താവും? Na+ ആവും. 10 ഇലക്ട്രോൺ വെച്ചിട്ട് Na+ ആയിട്ട് നിൽക്കും അല്ലേ. ഈ Na+നെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് എ കാറ്റിയോൺ. ഇതിന്റെ രണ്ടിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും സൈസ് കൂടുതൽ? എപ്പോഴും നമുക്കറിയാം ഇലക്ട്രോൺസ് കൂടുമ്പോൾ അതിന്റെ സൈസ് കൂടുതലായിരിക്കും. ഓക്കെ, സെയിം നമ്പർ ഓഫ് ഷെല്ല. ഓക്കെ, അപ്പോൾ സൈസ് ഓർത്തിരിക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മുടെ കയ്യിൽ ഒരു പേരന്റ് ആറ്റം ഉണ്ടെങ്കിൽ ആ പേരന്റ് ആറ്റത്തിനെക്കാട്ടിലും എപ്പോഴും സൈസ് കൂടുതലായിരിക്കും നമ്മുടെ കയ്യിലുള്ള ആനയോണിന്, എപ്പോഴും സൈസ് കുറവായിരിക്കും നമ്മുടെ കയ്യിലുള്ളൊരു കാറ്റിയോണിന്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നൗ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. An atom has electronic configuration. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നേക്കും. ഞാൻ കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d3 and 4s2. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുവാണ്, ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റിനെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിന്റെ ഏത് ഗ്രൂപ്പിലാണ് ഉൾക്കൊള്ളിക്കുക? ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 5th ഗ്രൂപ്പ്, 15th ഗ്രൂപ്പ്, 2nd ഗ്രൂപ്പ് ആൻഡ് 3rd ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. 5th ആണ്, 15th ആണ്, 2 ആണ്, 3 ആണ്.
അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഹൗ ടു കാൽക്കുലേറ്റ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ആളുടെ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ഓർബിറ്റലിലാണെങ്കിൽ എസിന്റെ മുകളിലുള്ള നമ്പറാണ് നമ്മുടെ ഗ്രൂപ്പ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള എലമെന്റിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസിലേക്കാണെങ്കിൽ എസിന്റെ മുകളിലുള്ള നമ്പർ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ആറ്റത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പിയിലേക്കാണെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിയുടെ മുകളിലുള്ള നമ്പർ പ്ലസ് എസിന്റെ മുകളിലുള്ള നമ്പർ പ്ലസ് 10 ആണ്. അതും നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എസിലേക്കാണ് കയറുന്നതെങ്കിൽ എസിന്റെ മുകളിലുള്ള ആ നമ്പർ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പിന്റെ നമ്പർ. പിയിലേക്കാണ് കയറുന്നതെങ്കിൽ പിന്റെ മുകളിലുള്ള നമ്പർ പ്ലസ് എസിന്റെ മുകളിലുള്ള നമ്പർ പ്ലസ് 10. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കിട്ടുന്നത്. ആൻഡ് കമ്മിങ് ടു ഡി ആണെങ്കിൽ ഡിന്റെ മുകളിലുള്ള നമ്പർ പ്ലസ് എസിന്റെ മുകളിലുള്ള നമ്പർ. ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ആറ്റം നമ്മളൊന്ന് നോക്കുക. ഈ തന്നിരിക്കുന്നതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് എങ്ങോട്ടാ പറയാൻ നോക്കുക. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് എസിലേക്കല്ല കയറുന്നത്. നമുക്കറിയാം ഡി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്. അതുകൊണ്ട് തന്നെ ഡിയിലേക്കായിരിക്കും ഇതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. സോ ദിസ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഡി ബ്ലോക്കിൽ ഏത് ഗ്രൂപ്പിലാണെന്ന് വെച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഡി ആണെന്ന് മനസ്സിലായി. അപ്പൊ ഏതാ നമ്മൾ യൂസ് ചെയ്യണേ? ഈ ഫോർമുല അല്ലേ യൂസ് ചെയ്യണേ. അപ്പൊ ഡിയുടെ മുകളിൽ എന്താ 3 ആണ്, പ്ലസ് എസിന്റെ മുകളിൽ എന്താണ് 2 ആണ്. സോ 3 + 2 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടണേ. സോ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ 5th ഗ്രൂപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇത് വെച്ചിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The noble gases are unreactive because ഓരോ ഓപ്ഷൻ പോലും ഇല്ലാതെ നമുക്ക് അതിന്റെ ആൻസർ പറയാം. എന്തുകൊണ്ടാണ് അവർ അൺറിയാക്റ്റീവ് ആവുന്ന നോബൽ ഗ്യാസസ്? കാരണം അവരുടെ കോൺഫിഗറേഷൻ നോക്കി നമുക്കറിയാം. ദേ ആർ ഹാവിങ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നമ്മൾ നോക്കിയത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി അവർക്ക് ആരെയും എടുക്കേണ്ട ആവശ്യമില്ല. സോ ദേ ആർ അൺറിയാക്റ്റീവ്. നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു ആൻസർ ആണ്. അഗൈൻ, വിച്ച് ഫോം കളേർഡ് സോൾട്ട് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഓപ്ഷൻസ് ഇതാണ്. നോൺ മെറ്റൽസ്, മെറ്റൽസ്, പി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ പഴയ പോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക് നമ്പർ 33 എന്ന് തന്നിട്ടുണ്ട്. അത് ഏത് ഗ്രൂപ്പിലാണ് പ്ലേസ് ചെയ്യുക? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അറ്റോമിക് നമ്പർ 33 എന്ന് നമുക്കറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് കയറുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് എടുത്തേക്കുക. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പീരിയോഡിക് ടേബിൾ മനസ്സിൽ കൊണ്ടുവരിക. പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചറിന് പുറത്ത് നമ്മൾ വരച്ച ആ വരകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ഒറ്റ പിക്ചറിൽ നിന്ന് തന്നെ ചാപ്റ്റർ ഫുൾ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആകുക. ചിന്തിച്ചതിന് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, നൗ എല്ലാ കോൺസെപ്റ്റ്സും നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിൽ എല്ലാം ആൻസർ ചെയ്ത് നോക്കുക. ഡോണ്ട് ലീവ് എനി ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഡിഫറെൻറ്റ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.